ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ 6ാം ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യ എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്ററാണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മധ്യകാല ഇന്ത്യ നമുക്കറിയാം. മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഈ 2 കെട്ടിടങ്ങളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയുടെ ചിത്രമാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തത് എന്താ? വിജയനഗരത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയുടെ ചിത്രമാണ്. അതായത് മുഗൾ രാജവംശമൊക്കെ നിലവിൽ വന്നത് എന്താണ്? മധ്യകാലഘട്ടത്തിലാണല്ലോ. എന്നാൽ ഈ ഒരു ഇതേ കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമാണ് കേട്ടോ ഹംപി. അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത്. മുഗൾ ഭരണം 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1757 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കതുകൂടി നോക്കാം. മുഗൾ ഭരണം ബാബർ 1826 മുതൽ 1530 വരെയാണ് ബാബറിന്റെ കാലഘട്ടം. ഇനി ഹുമയൂൺ എന്താണ്? 1530 മുതൽ 1540 വരെയും പിന്നീട് 1855 മുതൽ 1556 വരെയാണ് അല്ലേ. നമുക്ക് ഇതിന്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അക്ബർ 1556 മുതൽ 1605 വരെ, ജഹാംഗീർ 1605 മുതൽ 1627 വരെ, ഇനി ഷാജഹാൻ 1628 മുതൽ 1658 വരെ, ഔറംഗസേബ് 1658 മുതൽ 1707 വരെയും. വളരെ വിസ്തൃതമായിട്ടുള്ള രാജ്യമായിരുന്നു അന്ന് മുഗൾ രാജ്യം എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു മാപ്പാണ്. ഔറംഗസേബിന്റെ കാലത്തുള്ള മുഗൾ രാജ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു മാപ്പ് നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇന്നത്തെ പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ എന്താണ് അന്നത്തെ കാലത്ത് മുഗൾ ഭരണ കാലത്ത് എന്താണ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അടുത്തതായിട്ട് ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. അപ്പം മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയാണ്. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. അതുപോലെ മുഗൾ രാജ്യ സ്ഥാപകനായിട്ടുള്ള ബാബർ തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും അതുപോലെ മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു പഠിച്ചില്ലേ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നെന്താണ്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ഇദ്ദേഹവും കാബൂളിലെ ഭരണാധികാരിയായിട്ടുള്ള ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഈ ഒരു യുദ്ധത്തെയാണ് 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഈ ഒരു യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ 1ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു.
ഇത് ജെസ്യൂട്ട് പാതിരി പിയറിക് ജാരിക് എന്ന വ്യക്തി അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം 1605 CE 1565 എഴുതിയൊരു അനുശോചനക്കുറിപ്പാണിത്. അക്ബർ ചക്രവർത്തിയുടെ ഭരണത്തിലെ സവിശേഷതകളാണ് നമുക്ക് ഈ ഒരു കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ സവിശേഷതകളായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്? അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നില്ലേ അക്ബർ. അതുപോലെ എന്താണ്, താഴ്ന്ന വിഭാഗങ്ങളെന്നോ അതുപോലെ ഉയർന്ന വിഭാഗങ്ങളെന്നോ തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും അതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊരു വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നില്ലേ ഇദ്ദേഹം. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അക്ബർ മറ്റു മതസ്ഥരുമായി ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും അവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹിക്കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ അക്ബർ രൂപം കൊടുത്ത ദർശനം ഏതാണ്? ദീൻ ഇലാഹി എന്നാണ്. എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹിക്കുൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് 1575 1575 ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. ഫത്തേപൂർ സിക്രിയുടെ അന്നത്തെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ സിംഗ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികൾ? രാജ മാൻസിംഗ്, പിന്നെ രാജ ടോഡർമാൾ, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവരായിരുന്നു ഇവർ. അപ്പോൾ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ആണ് കേട്ടോ. എന്താണ് ഈ ജസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നൊരു നികുതിയാണ്. ഒരു മുസ്ലിം ഭരണാധികാരി അമുസ്ലിമുകൾക്ക് നൽകുന്ന സംരക്ഷണത്തിനുള്ള ഫീസാണെന്ത്? ജസിയ എന്ന നികുതി. മുഗൾ കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ഈ ഒരു ജസിയ എന്ന നികുതി മറ്റുള്ള മതസ്ഥരിൽ നിന്നും ഈടാക്കിയിരുന്നു. എന്നാൽ എന്താണ്, അക്ബറുടെ കാലത്താണ് ഈ ഒരു നികുതി നിർത്തലാക്കിയത്. ഭരണരംഗത്തും അദ്ദേഹം സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിനുള്ളൊരു തെളിവാണിത്. ഇനി എന്താണ്, മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി ഇദ്ദേഹം പരിഗണിച്ചിരുന്നു. അടുത്ത ഹെഡിംഗ് ആണ് മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം. എന്താണ്? മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും അതുപോലെ വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഈ സൈന്യത്തിന് വേണ്ടി അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമാണെന്ത്? മൻസബ്ദാരി. ഒരു അക്ബറിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരിയുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിനു പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഓരോ സൈനികരും നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരിയുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായിട്ടാണ് ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായിട്ടാണ് ഈ ഒരു മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത്. ഈ മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്.
ഇനി മുഗൾ ഭരണരീതി എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണമാണ്. അതായത് ഏറ്റവും മുകളിലായി സുബ, പിന്നെ സർക്കാർ, അതിൻ്റെ താഴെയായിട്ട് പർഗാന, പിന്നെ അതിനേയും താഴെയായിട്ടാണ് ഗ്രാമം വരുന്നത്. എന്താണ് ഈ സുബ എന്ന് പറഞ്ഞാൽ? അന്നത്തെ കാലത്ത് പ്രവിശ്യകൾക്ക് പറയുന്ന പേരാണ് ഈ സുബ എന്ന് പറഞ്ഞാൽ. അതായത് പിന്നെ ഈ അതുവരെ അറബിക് വേർഡാണ് ഈ സുബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സുബയിലെ ഭരണാധികാരി അല്ലെങ്കിൽ ഗവർണറൊക്കെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? സുബേദാർ എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഈ സുബകളൊക്കെ സ്ഥാപിച്ചത് അക്ബറുടെ കാലത്താണ്. ആദ്യം ഈ സുബയുടെ എണ്ണം 12 എണ്ണമായിരുന്നു. പിന്നീട് എന്തായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ പിന്നെ വിജയത്തിലൂടെ ഒക്കെ എന്താണ് ഇതിന്റെ എണ്ണം 15 ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാനത്തൊക്കെ ആയപ്പോഴേക്കും സുബയുടെ എണ്ണം 15. ഈ സുബകളെ പിന്നെ സർക്കാരുകളായിട്ട് വിഭജിച്ചു. സർക്കാരുകൾ അല്ലെങ്കിൽ ജില്ലകളായിട്ട് വിഭജിച്ചു. ഈ സർക്കാരുകളെ പിന്നെയും വിഭജിച്ചാണ് പർഗാനകളാക്കി മാറ്റിയത്. പിന്നെ ഈ പർഗാനകളാണ് പിന്നീട് ഗ്രാമമായിട്ട് മാറിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ പ്രവിശ്യകളാണ് സുബകൾ എന്ന് പറഞ്ഞാൽ. ഈ സുബകളെ വിഭജിച്ച് സർക്കാർ അല്ലെങ്കിൽ ജില്ലകളാക്കി മാറ്റി. ഈ സർക്കാരുകളെ വിഭജിച്ചാണ് പിന്നെ പർഗാനകൾ ഉണ്ടാക്കിയത്. ഈ പർഗാനകളാണ് പിന്നീട് ഗ്രാമമായിട്ട് മാറിയത്. ഇത് ഒരു മുഗൾ രാജ്യത്തിലെ ഒരു ഭരണ സൗകര്യത്തിനായിട്ട് ഏർപ്പെടുത്തിയ ഒരു ക്രമീകരണമാണിത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ ഗാസിമാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ കോടതികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പകരമായിട്ട് എന്തായിരുന്നു? തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ഗാസിമാർ എന്ന് വിളിക്കുന്ന മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളുടെ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും ഒക്കെ നിയമിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അന്നത്തെ രാജസദസ്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹെഡിങ് ആണ് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പം മുഗൾ ഭരണകാലത്ത് സമൂഹത്തെക്കുറിച്ച് അക്കാലത്തൊക്കെ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളൊക്കെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്തായിരുന്നു? ഒരു ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു. എന്താണ് ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താണ്? സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഭരണത്തെയാണെന്ത് ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മധ്യകാല യൂറോപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്യൂഡലിസം എന്താണെന്ന്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടുള്ള ഭരണത്തെയാണെന്ത് ഫ്യൂഡൽ വ്യവസ്ഥ അല്ലെങ്കിൽ ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ബാബറിന്റെ ഓർമ്മക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ബാബർനാമ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയറെ പറ്റിയും കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണം, വസ്ത്രം എന്നിവയിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ അന്ന് നിലനിന്നിരുന്നു. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വൈ നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം.
അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിൽ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചതാണ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും എന്തായിരുന്നു ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. അന്ന് ഏതാണ്ട് 12 മൈൽ ദൂരം ഈ നഗരങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഈ ദൂരം അത്ര എന്താണ് നീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികളും കാണാമായിരുന്നു എന്നാണ് റാൽഫ് ഫിച്ച് അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും മോചിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവയായിരുന്നു. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു കാർഷിക രീതിയാണ് അന്നത്തെ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഇനി ഐൻ ഇ അക്ബരി എന്ന പുസ്തകം ആരുടേതാണ്? അബുൽ ഫസലിന്റെ പുസ്തകമാണ് ഐൻ ഇ അക്ബരി. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഐൻ ഇ അക്ബരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും മോചിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി അബുൽ ഫസൽ ആരായിരുന്നു കൊടുത്തിട്ടുണ്ട്? മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐൻ ഇ അക്ബരി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പം മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐൻ ഇ അക്ബരി അതുപോലെ അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൽ ഫസൽ. അബുൽ ഫസൽ എഴുതിയ പുസ്തകമാണ് ഐൻ ഇ അക്ബരി അതുപോലെ അക്ബർ നാമ. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. അപ്പോൾ ഗുജറാത്ത് ആയിരുന്നു വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം. തുണിത്തരങ്ങളും മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി അന്നത്തെ. ഇന്ന് ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവയാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ കാലത്തെ പ്രധാന നഗരങ്ങളാണ്. അത് ഇപ്പോൾ ഉള്ള ഏത് രാജ്യത്ത് ആണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ധാക്കയാണ്. ധാക്ക ബംഗ്ലാദേശിലാണ് തന്നിട്ടുണ്ട്. ഇനി മുർഷിദാബാദ് ഇന്ത്യയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് ഇപ്പോൾ മുർഷിദാബാദ്. ഇനി ലാഹോർ എവിടെയാണ്? ഈ ലാഹോർ പാകിസ്ഥാനിലാണല്ലേ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ തലസ്ഥാനമാണിത് ലാഹോർ. ഇനി സൂറത്ത് എവിടെ? സൂറത്ത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സൂറത്ത്. ആഗ്ര ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലാണ്. ഇനി ഇവിടെ സാംസ്കാരിക സമന്വയം എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇത് രാസ്നാമ എന്നൊരു പുസ്തകത്തിൻ്റെ ഒരു പുറംചട്ടൻ്റെ ചിത്രമാണ്. എന്താണ് ഈ രാസ്നാമ? മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ ഒരു കോപ്പിയാണിത് രാസ്നാമ എന്ന് അറിയപ്പെടുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാഷിക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. അപ്പം എന്തൊക്കെ കൂടിച്ചേരലുകൾ, എന്തൊക്കെ ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്.
അതുപോലെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്ത് രൂപപ്പെട്ടതെന്നാണ് ഒരു കൂടിച്ചേരലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിനെയാണ് രാസ്നാമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാഷുക്കോ ആണ് ഈ ഒരു രാസ്നാമ പരിഭാഷപ്പെടുത്തിയത്. താജ്മഹലിന്റെയും ആഗ്ര കോട്ടയുടെയും ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. എന്നാൽ ഈ ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം അതായത് വിജയത്തിന്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു ഇത്. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പോൾ വിജയനഗരം എന്നത് ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും കൂടി പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്ന് നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ എന്താണ് ഈ ഒരു വിജയനഗരം ഹംപി എന്ന പേരിലാണ് നിലനിന്നത്. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. കൃഷ്ണദേവരായരുടെ കാലത്തുള്ള വിജയനഗരത്തിന്റെ ഒരു ചിത്രമാണ് ഈ ഒരു മാപ്പ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു മാപ്പ് നോക്കിയാൽ നമുക്കറിയാം പ്രധാനമായിട്ടും ഇന്നത്തെ കർണാടകയിലാണ് വിജയനഗരം സ്ഥിതി ചെയ്തിരുന്നത്. അടുത്തതായിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വിജയനഗര രാജാക്കന്മാർ. സംഗമ രാജവംശം. സംഗമ രാജവംശത്തിൽ ആരൊക്കെ ആയിരുന്നു രാജാക്കന്മാര്? ഹരിഹരനും ബുക്കനും ആയിരുന്നു. ഇനി സാലുവ വംശത്തിലെ നരസിംഹ സാലുവയായിരുന്നു. തുളുവ വംശത്തിലെ വീരനരസിംഹനും കൃഷ്ണദേവരായരും ആയിരുന്നു തുളുവ വംശത്തിലെ രാജാക്കന്മാർ. വീരനരസിംഹനും കൃഷ്ണദേവരായരും. ഇനി അരവിട് വംശത്തിലെ തിരുമലയും അതുപോലെ വെങ്കിട ഒന്നാമനും ആയിരുന്നു അരവിട് വംശത്തിലെ രാജാക്കന്മാർ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം സംഗമ രാജവംശത്തിലെ അവിടെ വിജയനഗരം ഭരിച്ചത് ഹരിഹരനും ബുക്കനും ആയിരുന്നു. സാലുവ വംശത്തിലെ രാജാവ് നരസിംഹ സാലുവ. ഇനി തുളുവ വംശത്തിലെ വീരനരസിംഹനും കൃഷ്ണദേവരായരും ആയിരുന്നു രാജാക്കന്മാർ. അരവിട് വംശത്തിലെ രാജാക്കന്മാർ തിരുമല അതുപോലെ വെങ്കിട ഒന്നാമൻ ഇവരൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാഷ്ട്രമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ബാർബോസ് പറഞ്ഞത്? ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ. ഇദ്ദേഹമാണ് ഈ ദേവരായരുടെ ഭരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണദേവരായർ ആരായിരുന്നു? വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം 1509 മുതൽ 1529 വരെയാണ്. 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതനായിരുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു.
അപ്പം എന്താണ് ഈ വിജയനഗരത്തിൽ കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് എന്താണ് രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തലസ്ഥാനമായ നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലയിലൊക്കെ ശ്രദ്ധേയമായ പുരോഗതി ഈ ഒരു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൈവരിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട കൃതികളാണ് അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ. അതുപോലെ തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ എന്താണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഉണ്ടായിരുന്നവരായിരുന്നു. അടുത്ത ഹെഡിങ് ആണ് ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ, നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുവാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. അപ്പൊ എന്താണ് വിജയനഗര ഭരണത്തിൽ എന്താണ് രാജവാഴ്ച തന്നെയാണ് നിലനിന്നിരുന്നത്. മുഗൾ ഭരണകാലത്തുള്ള ഫ്യൂഡൽ വ്യവസ്ഥിതി പോലെ തന്നെ എന്താണ് രാജ്യത്തെ മണ്ഡലങ്ങൾ, ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, അതുപോലെ സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. മണ്ഡലങ്ങൾ പ്രവിശ്യകളാണ്, നാടുകൾ എന്ന് പറഞ്ഞാൽ ജില്ലകളാണ്, സ്ഥലം ഉപജില്ലകളാണ്, അതുപോലെ ഗ്രാമങ്ങൾ. എന്തായാലും നമ്മൾ മുഗൾ കാലത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു ഇതുപോലെ തന്നെ ഒരു വിഭജനം ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? സുബ, സർക്കാർ, അതുപോലെ പർഗാന, ഗ്രാമം, അതുപോലെ തന്നെ എന്താണ് മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെയായിരുന്നു എന്താണ് ദക്ഷിണേന്ത്യയിലെ വിഭജനം. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിന്റെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? വിജയനഗരത്തിൽ നീതി നിർവഹണത്തിനായിട്ട് വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. സൈനിക മേധാവികളെയാണ് ഈ ഒരു പേരിൽ അറിയപ്പെട്ടത്. ഇനി രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഇനി ആ ഒരു പ്രദേശത്തെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ഈ അമരനായകന്മാർക്ക് തന്നെ ആയിരുന്നു. ഇവര് രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. എന്താണ് ഇവർ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയൊക്കെ ഇവർ നിലനിർത്തിയിരുന്നു. ഈ ഒരു വ്യവസ്ഥ എന്താണ് അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി ഇനി എങ്ങനെയാണെന്നാണ്. വിവിധ ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നതും ബ്രാഹ്മണന്മാരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു.
അപ്പോൾ ശൈശവ വിവാഹം, സതി സമ്പ്രദായം, ബഹുഭാര്യത്വം എന്നിവയൊക്കെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിയങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡോമിംഗോ പയസ് പറഞ്ഞിട്ടുള്ളതാണിത്. ഇനി എന്താണ്, വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടുകിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലപുരംകുളവും ഹിരിയകനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന് കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടന്നിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു പ്രാദേശിക കച്ചവടക്കാർ കുതിര ചെട്ടികൾ എന്നറിയപ്പെട്ടു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരാണ് കുതിര ചെട്ടികൾ എന്നറിയപ്പെട്ടത്. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ അസാര രാമക്ഷേത്രത്തിന്റെയും അതുപോലെ വിത്തലസ്വാമി ക്ഷേത്രത്തിന്റെയും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവ രണ്ടും ഹംപി അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ഇത്തരത്തിൽ ഗോപുരങ്ങൾ അടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീരുപാക്ഷ ക്ഷേത്രം, ഹംപി, അതുപോലെ ലോട്ടസ് മാൽ, ഹംപിയിലെ ലോട്ടസ് മാലും വീരുപാക്ഷ ക്ഷേത്രമൊക്കെ ഇത്തരം ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ശില്പകലയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. അപ്പോൾ സാഹിത്യരംഗത്തും അക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിരുന്നു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണേ. അതുപോലെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.